സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ എന്നോ ആപ്സ് എന്നോ നമ്മളെ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പ്രകാരം നമ്മൾ ആപ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് ആപ്സ് എന്ന് കാണും. ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പോർഷൻ ട്രാക്കറാണ്. അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ പോർഷൻ ട്രാക്കർ എന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ സ്റ്റോറേജ്, ഡാറ്റ യൂസേജ്, ബാറ്ററി ബാക്കപ്പ് ഇത്രയും കാണാൻ സാധിക്കും. ഇതിൽ ബാറ്ററി എന്ന് പറയുന്നത് 2.3% ഇതിനോടകം പോർഷൻ ട്രാക്കറിൽ ബാറ്ററി ചാർജ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഡാറ്റ യൂസേജ് 88 MB നമ്മൾ ഇതുവരെ നമ്മൾ ഈ പോർഷൻ ട്രാക്കറിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഡാറ്റ യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സമയം കൊണ്ട് നമ്മളെ ഇൻ്റർനെറ്റ് സംവിധാനം 88 MB യൂസ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റോറേജ് എന്ന് കാണുന്ന അവിടെ 214 MB നമ്മൾക്ക് ഇതിനകത്തുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ക്യാഷ് എന്ന് പറയുന്നതാണ് ആവശ്യമില്ലാത്ത ഡാറ്റകൾ. അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിടണം. അല്ലെങ്കിൽ ഈ ക്ലിയർ ചെയ്യാത്ത ഈ ക്യാഷുകൾ കുന്നുകൂടി നമ്മളുടെ ഈ പോർഷൻ ട്രാക്കറുടെ പ്രവർത്തനത്തിനെ തന്നെ സ്ലോ ആക്കുന്ന ഒരു രീതിയിലേക്ക് മാറിപ്പോകും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ക്യാഷ് അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ ചെയ്തു കൊടുക്കണം. അങ്ങനെ ക്ലിയർ ഡാറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ പോർഷൻ ട്രാക്കറിനകത്തുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങളും ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട് ടീച്ചേഴ്സിന്. അത്തരത്തിലൊരു ഡിലീഷനും അവിടെ സംഭവിക്കില്ല. അത് കൂടുതൽ ഉപകാരപ്പെടുകയുള്ളൂ. കാരണം ഇത്തരത്തിൽ ഉപയോഗം ഇല്ലാത്ത ഈ ഡാറ്റ ക്യാഷ് അത് ക്ലിയർ ചെയ്ത് വിടുന്നതിന് നമ്മൾക്ക് ഈ പറയുന്ന ക്യാഷ് എന്ന് കാണുന്ന ഭാഗം ഉണ്ടാവും. ഈ ക്യാഷിൽ 12.85 MB നിലവിലുണ്ട്. ഇത് ആവശ്യമില്ലാത്ത ഡാറ്റകളാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഹാങ്ങും അതേപോലെ ഓപ്പൺ ആവാത്തതും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ക്യാഷ് എന്ന് കാണുന്ന ഏറ്റവും താഴെ കാണുന്ന ക്ലിയർ ഡാറ്റ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺഫർമേഷൻ വരും. അതിൽ ക്ലിയർ ആൾ ഡാറ്റ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തിട്ട് നമ്മളിതെല്ലാം ക്ലിയർ ചെയ്ത് വിടണം. അത്തരത്തിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യണം. പോർഷൻ ട്രാക്കർ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇത് ഇനീഷ്യൽ സ്റ്റേജാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന രീതിയിൽ ആദ്യം കാണുന്ന കുറച്ച് ഇൻ്റർഫേസ് ആണ്. തുടക്കം മുതൽ നമുക്കിനി ചെയ്യേണ്ടി വരും. ഇവിടെ ഭാഷ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, കൺഫേം കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബ്രൗസറിലേക്ക് പോയി ആദ്യം കാണുന്ന ലൊക്കേഷൻ ഓൺ ചെയ്യുക. ഡാറ്റ സിങ്ക്രണൈസ് ചെയ്ത് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റ ക്ലിയർ ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ ക്ലിയർ ക്യാഷ് അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ എനേബിൾ ചെയ്തിട്ട് പോർഷൻ ട്രാക്കറുടെ പ്രവർത്തനം തുടങ്ങേണ്ടത്.